ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സ്ട്രിക്ട്ലി പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയാം. ആദ്യത്തെ കാര്യം, ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് കുറച്ചു. ജിൻഡോയുടെ പ്രേക്ഷകബന്ധനം മനസ്സിലാക്കി, ഗാലറിയിൽ നിന്നും കയ്യടി വീഴുമെന്ന് മനസ്സിലാക്കിയ ഷോ ഡയറക്ടർ നൈസായിട്ട് ജിൻഡോയ്ക്ക് സംസാരിക്കാനുള്ള സ്പേസ് നല്ല രീതിയിൽ കട്ട് ചെയ്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇന്നത്തെ എപ്പിസോഡില് മൊത്തം ആകെ 2 തവണയോ മറ്റോ ആണ് ലാലേട്ടൻ ജിൻഡോയെ ഇനിയിപ്പിച്ച് നിർത്തി ചോദ്യങ്ങൾ ചോദിച്ചത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിട്ടില്ല. ജിൻഡോയ്ക്ക് ഒരു 3-4 തവണയെങ്കിലും സ്പേസ് കിട്ടാറുള്ളതാണ്. അതോ ജിൻഡോ സംസാരിച്ചത് കട്ട് ചെയ്താണോ കാണിച്ചത് എന്നുവരെ എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, റസ്മിൻ വിഷയം. സ്ക്രിപ്റ്റ് എഴുതി സ്റ്റേ ചെയ്ത നല്ല ഒന്നാന്തരം ഒരു നാടകമായിരുന്നു അത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ശ്വേത പേടിച്ചു പോയി എന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പേടിച്ചു പോകും. കാരണം ആ രീതിയിൽ പ്രീ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ നല്ല ഒന്നാന്തരം ഒരു പൊറാട്ട് നാടകമായിരുന്നു അത്. റസ്മിന് ഒരു യെല്ലോ കാർഡ് കൊടുക്കണം എന്നതായിരുന്നു ലക്ഷ്യം. കൂടെ ജാസ്മിനെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് അടിച്ച് തേച്ച് വെളുപ്പിച്ചെടുക്കണം, അതായിരുന്നു ഉദ്ദേശം. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ജാസ്മിൻ വളരെ പാവം കുട്ടിയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം മുതൽ ഇരുന്നത്. കണ്ടാൽ നമുക്കൊരു പാവം തോന്നുന്ന പോലത്തെ ഒരു കുട്ടി. തട്ടമൊക്കെ ഇട്ട് ലാലേട്ടൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ ലോ ശബ്ദത്തില് മറുപടി പറഞ്ഞ് മൊത്തത്തിലൊരു പാവം കുട്ടിയായി അഭിനയിക്കുന്ന ഒരു ജാസ്മിനെ കണ്ട ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് ഹാപ്പി ആണോ എന്ന് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മറ്റേ സിനിമാ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഹാപ്പി അല്ലേ രംഗമോനെ, ആ സാധനമൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് എന്തിനായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ജാസ്മിനെ ഹാപ്പി ആക്കാനാണോ ഈ ഷോ നടത്തുന്നത്? റസ്മിൻ ചെയ്ത തെറ്റിന്, റസ്മിനെ പുറത്താക്കാനുള്ളതിന് യെല്ലോ കാർഡ് അടിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിയത് ജാസ്മിന് മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അൻസിബയ്ക്കും ഋഷിക്കും നെഗറ്റീവ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ലാലേട്ടനെ കൊണ്ട് ഗ്രില്ല് ചെയ്യിപ്പിച്ചത്. സിമ്പതി വോട്ട് മേടിച്ചു കൊടുക്കാനായിട്ടാണ്. കോർണർ ചെയ്തെന്നുള്ളൊരു സാധനം വരണം, അതിനു വേണ്ടിയാണ്. അങ്ങനെ ഓരോ നരേറ്റീവുകൾ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വളരെ ക്ലിയർ കട്ട് ആയിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോകളിൽ പറയാറുള്ളത്. പിന്നെ അൻസിബ വേഴ്സസ് ജാസ്മിൻ നല്ലൊരു അടി പൊട്ടാൻ വേണ്ടി കൂടെയാണ് നല്ല രീതിയിൽ കൊളുത്തി വിടുന്നുണ്ട് അൻസിബനെ ജാസ്മിനെതിരായിട്ട്. അൻസിബ അതിന് നിന്ന് കൊടുത്തത് തന്നെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരിക്കലും നിന്ന് കൊടുക്കില്ല, വഴുതി പോകുന്നു അൻസിബ, ഉറപ്പാണ്. അതേപോലെ എടുത്തു പറയേണ്ട വേറെ 2 പേരുകളാണ് സിജോ ആൻഡ് സായി. എന്തൊരു ബൂസ്റ്റിംഗ് ആണ് ലാലേട്ടൻ, എന്നാ ബൂസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അതിനനുസരിച്ച് ഗെയിം കളിക്കുന്നുണ്ടോ? പ്ലാനിങ് ഉണ്ട് 24 മണിക്കൂർ. ഞാൻ ലൈവിനകത്ത് കാണുന്നത് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. സായിക്കൊക്കെ വെറുതെ സ്പേസ് കൊടുക്കുവാണ്. ജിൻഡോടെ സ്പേസ് വരെ എടുത്ത് കൊടുത്തത് സായിക്കാണ്. സായി എന്തെങ്കിലും കാര്യമുള്ള അർത്ഥവത്തായ കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒടുക്കത്തെ മുറി ഇംഗ്ലീഷ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇനിഷ്യേറ്റ് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പവർ ടീം എന്തിനാണ് ടണലിനെ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്? ടണലിനങ്ങ് കളിച്ചാൽ പോരെ. ഇനിഷ്യേറ്റിംഗ് ഇസ് നോട്ട് ദ വേർഡ് മോനെ ഏജന്റ്. ഇംഗ്ലീഷ് പഠിച്ചിട്ട് വാ പോയി. അങ്ങനെ ആകെ മൊത്തം വളരെയധികം ഉടായി പഠിച്ചിരുന്ന് കണ്ടൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ശരണ്യയുടെ എവിക്ഷൻ പോലും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളൊരു എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഏഷ്യനെറ്റ് ഫാമിലിയിലുള്ളവർക്ക് ഒരു പരിഗണനയും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പര്. ഇപ്പൊ നാളെ ശ്രീരേഖയും കൂടെ പുറത്താക്കും, പിന്നെ കാര്യങ്ങളെല്ലാം കൂടെ ഒരു സന്തുലിതാവസ്ഥയിൽ വന്ന് എത്തി. അതായിരുന്നു ഷോ ഡയറക്ടർക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിൽ നിന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമന്റ്സിൽ പറയുക, നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.